ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നോമ്പുകാർക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചൂടോടെയും തണുപ്പിച്ചും ഒക്കെ കുടിക്കാൻ നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് 1.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം മൊത്തം ഒരുമിച്ച് ഒഴിക്കേണ്ട. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ആ കോൺഫ്ലോറും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ചെയ്യാൻ. കൂടുതൽ അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതേ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൊത്തം 1.5 കപ്പ് വെള്ളം മതി. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി, പാല് പോലെയുള്ള കളറൊക്കെ മാറി ഇതൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര ഇതിന് കറക്റ്റ് ആയിരിക്കും മധുരം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് കൂട്ടി വെക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി, ഇത് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിക്കാവണം, എന്നാലേ നമുക്കിത് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ അല്ലാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവം മതി കേട്ടോ. കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് പാല് ചേർക്കുകയാണ്. പശുവും പാലാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് പശുവും പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് ചേർക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഇതിൽ കോൺഫ്ലോർ ചേർത്ത് വേവിച്ചതാണ്. അപ്പോൾ പാലിൽ മിക്സ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ വേഗം തന്നെ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അടിയിൽ ചിലപ്പം കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ പാൽ 1 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മിക്സ് ആയതിന് ശേഷം മാത്രം ബാക്കി 1 കപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ എവിടെയോ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇത് കുടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുറേ നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അല്ലാതെ തിളച്ച് കുറേ നേരം വെച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടാവും നമ്മളിത് ചൂടാറി തണുപ്പിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് കുറേ നേരം അങ്ങ് തിളപ്പിക്കണ്ട. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. നിങ്ങൾക്ക് ചൂടോടെ കുടിക്കണമെങ്കിൽ ചൂടോടെ തന്നെ കുടിക്കാം. ഞാനിത് തണുപ്പിച്ചിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനൊരു 3-4 മണിക്കൂർ തണുപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂടോടെ കുടിക്കുമ്പോൾ നമുക്കൊരു തരിക്കഞ്ഞിയൊക്കെ കുടിക്കുന്ന പോലെ ചൂടോടെ കുടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദിയാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.